ശൈത്താന്മാരെ നേതാവ് വിളിച്ചരും, മക്കളെ എല്ലാരും ഇറങ്ങിപ്പോരി, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഈറ്റകൾ നിൽക്കണ ദിക്റ് ചൊല്ലിട്ടാ വരുന്നത്. ഓ ആ മൗലിയാർ ഇവിടെ ദിക്റ് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലിയിട്ടാണ് ഇവൻ വീട്ടിലേക്ക് കയറുന്നത്. ഇനി ഇവിടെ ഒരു കച്ചറ ഉണ്ടാവൂല, ഇനി ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കച്ചറ കൂടൂല, ദേഷ്യം പിടിക്കൂല, ഇവിടെ ഒരു പിത്തനി ഉണ്ടാവൂല, നമ്മൾ പോവുക. ഇനി ഇവിടെ പിത്തന ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ലാ മബീതലക്കും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയൂല. വല അശാ, ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ കിടന്ന പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ അയൽവക്കത്തെ വീരാനാക്കന്റെ വരെ പോയി നോക്കാന്ന് പറയും. ഓലൊക്കെ കൂടെ വീരാനാക്കന്റെ വരെ പോകും. വല്ലാത്തൊരു ചതിയനാണവൻ ശൈത്താൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. അവന്റെ ചതിയിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. കാരണം അവൻ അല്ലാഹുവുമായിട്ടുള്ളൊരു കരാറാണത്. അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ടവൻ, ഞാൻ നിന്റെ അടിമകളാകുന്ന മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഞാൻ അവരെ ഉപദ്രവിക്കും. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അതാണ് അള്ളാഹുവിന്റെ ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എല്ലാ സമയത്തിലും എന്റെ സ്വഹാബ, ആ പിശാചിന്റെ ശർറിൽ നിന്ന് നിങ്ങൾ കാവൽ തേടണം കേട്ടോ. എപ്പോഴും അവന്റെ ശർറിൽ നിന്ന് കാവൽ തേടണം. അവനൊരു ചതിയനാണ്. അവനൊരു 3 കെട്ട് നമ്മെ കെട്ടാനുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ചതി അപാരമാണ്. അല്ലാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കിക്കോ. ഇത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമ്മുടെ വീടിന്റെ മുൻഭാഗത്തിൽ ഒരു പിശാച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീടിന്റെ എവിടെ? സിറ്റ് ഔട്ടിന്റെ ഭാഗത്തിൽ കയറി വരുന്ന ആ വാതിലിന്റെ അരികിൽ. ഇദാ ദഖല അർ-റജുലു ബൈതഹു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ കേട്ടിട്ടുണ്ട്. അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ ദഖല അർ-റജുലു, ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബൈതഹു, അവന്റെ വീട്ടിലേക്ക്, അവൻ ഉണ്ടാക്കിയ വീട്ടിലേക്ക് അവൻ കടന്നു കഴിഞ്ഞാൽ ഫക്ദക്കറല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ, അവൻ അല്ലാഹുവിനെ ഓർത്തു. ഞാൻ ഇൻഷാ അല്ലാഹ് ചൊല്ലാനുള്ള ഒരു സുന്ദരമായ ദിക്റുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ, ഇപ്പുറത്തെ സ്ക്രീനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടിടും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അതല്ലെങ്കിൽ നിങ്ങളത് എഴുതിയിട്ടോ, എങ്ങനെ ആയാലും ശരി, അത് നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ നിങ്ങൾ എഴുതി തൂക്കണം, തൂക്കാതിരിക്കരുത്. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫദക്കറല്ലാഹ, അല്ലാഹുവിന് വേണ്ടി അവൻ ദിക്റുകൾ ചൊല്ലിയിട്ടാണ് അവൻ കയറിയതെങ്കിൽ അവൻ വീട്ടിലേക്ക് അങ്ങ് കടന്നു ചെല്ലുന്ന സമയത്തില്, അവൻ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോ ഈ ദിക്റ് ചൊല്ലിയിട്ടാണ് അവൻ കയറിയതെങ്കിൽ ആ വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ അല്ലാഹുവിനെ ഓർത്തവനാണെങ്കിൽ ആ ശൈത്താൻ പറയും, അതായത് വീടിന്റെ ആ വാതിലില്ലേ, ആ വാതിലിന്റെ മുമ്പില് കുറെ കുട്ടി ശൈത്താന്മാരുണ്ട്. ആ കുട്ടി ശൈത്താന്മാര് നമ്മളിങ്ങനെ കയറി വരുമ്പോ നമ്മൾ എന്താക്കും? പിത്തനയാക്കും. അപ്പോഴാണ് ചിലപ്പോൾ ഉണ്ടാകാൻ, പണി കഴിഞ്ഞ് വരുമ്പോ നല്ല ക്ഷീണിച്ച് തളർന്ന അവശനായിട്ട് വരുമായിരിക്കും. ആ അവശനായിട്ട് വരുന്ന സമയത്തിൽ സഹോദരിമാരെ, വീടിന്റെ സിറ്റ് ഔട്ടിൽ ഭർത്താവിനെ കാത്തു നിൽക്കുന്നവർ, വരവേൽക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇല്ലെങ്കിൽ അത് ശൈത്താനുമായി ഏറ്റുമുട്ടി രണ്ടുപേരും പെരും കച്ചറ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അവിടെ അല്ലേ കച്ചറകൾ ഉണ്ടാകുക അല്ലേ? കയറി വരുന്ന സമയത്തില് ഇങ്ങനെ പുതിയാപ്പള ഇങ്ങനെ കയറി വരേക്കും. അപ്പോഴാണ് പാവം ഈ പെമ്പർന്നോൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തളർന്ന് ക്ഷീണിച്ച് അവശരായി തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയായിരിക്കും. ഇവള് കാത്തു നിന്ന് അവർ സിറ്റ് ഔട്ടിന്റെ അവിടെ, വാതിലിന്റെ അവരങ്ങനെ നിൽക്കുന്ന സമയത്തിലാണ് പുതിയാപ്പളങ്ങനെ കയറി വരുന്ന സമയത്തിൽ ശൈത്താൻ പെണ്ണുങ്ങളോട് പറയാണ്, ചോദിച്ചൂട് എന്തേ എത്ര നേരം വൈകിയേ? കാരണം മുപ്പരാഗ് അവിടെ ഉണ്ട്, വാതിലിന്റെ അടുത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വാതിലിന്റെ അടുത്ത് അവൻ നിൽക്കുന്നുണ്ട്. അപ്പോ ഭാര്യയോട് ശൈത്താൻ ചോദിക്കാണ്, ഒന്ന്
മുഖം കറുപ്പിച്ചിട്ട് എത്ര നേരം വയ്ക്കുന്നു ചോദിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോ ശൈത്താന്റെ ഈ വാക്ക് കേട്ട് ഈ പെണ്ണെന്തെയും പുതിയാപ്പളിനോട് ചോദിക്കാൻ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. എന്നാലും പുതിയാപ്പളിനോട് എന്താ ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം വയ്ക്കുന്നു? കയ്യിൽ പണിയായുധണ്ടാവും, ഒരൊറ്റ ഇറങ്ങോട്ട് കൊടുക്കും. അതോടുകൂടെ അന്നത്തെ ദിവസം ക്ലോസ്. മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഭക്ഷണത്തിന്റെ അരികിലേക്ക് വരുമ്പോഴും ശൈത്താൻ അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണത്തിലേക്ക് ഇരിക്കുമ്പോഴും അല്ലാഹുവിനെ ഓർത്താൽ ഖാല ശൈത്താൻ, ആ ശൈത്താൻ വിളിച്ചു പറയുന്നതാണ്, ലാ മബീത ലക്കും വലാ അശാ. ഓ ശൈത്താന്മാരെ നേതാവ് വിളിച്ചരും, മക്കളെ എല്ലാരും ഇറങ്ങിപ്പോരി, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഈറ്റകൾ നിൽക്കണം, ദിക്റ് ചൊല്ലിട്ടാ വരുന്നത്. ഓ ആ മൗലിയാരിവിടെ ദിക്റ് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചൊല്ലിയിട്ടാണ് ഇവൻ വീട്ടിലേക്ക് കയറുന്നത്. ഇനി ഇവിടെ ഒരു കച്ചറി ഉണ്ടാവില്ല, ഇനി ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കച്ചറ കൂടൂല, ദേഷ്യം പിടിക്കൂല, ഇവിടെ ഒരു പിത്തനി ഉണ്ടാവില്ല, നമ്മൾ പോവുക, ഇനി ഇവിടെ പിത്തന ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ലാ മബീത ലക്കും, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയൂല, വലാ അശാ, ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ കിടന്ന പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ അയൽവക്കത്തെ വീരാനാക്കന്റെ വരെ പോയി വെക്കാന്ന് പറയും, ഓലൊക്കെ കൂടെ വീരാനാക്കന്റെ വരെ പോകും. അങ്ങനെ അവിടുന്ന് ദിക്റ് ചൊല്ലിട്ടാ കയറുന്നത്. അപ്പൊ അവിടുന്ന് ചൈത്താന്മാര് പറയും, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ നഫീസാത്തന്റെ വീട്ടിലേക്ക് പോവാന്ന്. നഫീസാത്തന്റെ വീട്ടില് അവറാന ഹാജി കയറി വരുമ്പോ ദിക്റ് ചൊല്ലില്ല. നഫീസ് ഹാജി ഒരൊറ്റ ചോദ്യം, എവിടുന്ന കാക്കങ്ങൾ വരുന്നു? സുബ്ഹാനല്ലാഹ്, പണിയായതെടുത്ത് ഒരൊറ്റേറ് മോന്തക്ക്, അതോടുകൂടെ കഴിഞ്ഞു, ക്ലോസ്. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹ് പറയുന്നത്, വഇദാ ദഖല, വീട്ടിലേക്ക് ഒരാൾ കടക്കുമ്പോൾ, ഫലം യദ്കുരില്ലാഹ, അല്ലാഹുവിനെ ഓർത്തിട്ടില്ല എങ്കിൽ, ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് കയറുന്ന സമയത്തിൽ അല്ലാഹുവിനെ ഓർത്തിട്ടില്ല എങ്കിൽ, ഖാല ശൈത്വാനോ, ശൈത്താൻ പറയുന്നതാണ്, അദ്റക്തുമുൽ മബീത, ഓ ഒന്ന് ഇവിടെ നിൽക്കട്ടോ, എല്ലാവർക്കും ഇവിടെ താമസിക്കാം, ഒരു കുഴപ്പമില്ല, എല്ലാരും വരി, എല്ലാരും വരി, എല്ലാരും വരി, അകത്തേക്ക് വരി, അകത്തേക്ക് വരി, അകത്തേക്ക് വരി എന്ന് പറഞ്ഞിട്ട് എല്ലാ ശൈത്താന്മാരും അകത്തിങ്ങനെ സമ്മേളിച്ച് നിൽക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും റാഹത്തായി. ശൈത്താന്മാരൊക്കെ കൂടെ വരും. വലിയ ശൈത്താൻ വിളിച്ചു പറയും, ദാ കയറി വരുന്ന പുതിയ ആപ്പള, ദിക്റ് ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ സുഖമായിട്ടൊന്ന് ജീവിക്കാം. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തിലും അല്ലാഹുവിനെ ഓർത്തിട്ടില്ല എങ്കിൽ, ശൈത്താൻ പറയും, വരിയടാ, വരി 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 വരി, ഇന്നിവിടെ ചോറും കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഇവന്റെ കൂടെ, ഇവന്റെ ഭാര്യയുടെ കൂടെ, ഇവന്റെ മക്കളുടെ കൂടെ നമുക്കും ഇന്ന് ഭക്ഷണമുണ്ട്, നമുക്കും ഇന്ന് ബിരിയാണി ഉണ്ട്, നമുക്കും ഇന്ന് ചോറുണ്ട്, നമുക്കും ഇന്ന് പപ്പടുണ്ട്, എല്ലാവരും ഇരുന്നോടി, എല്ലാവരും കഴിച്ചോടി എന്നിങ്ങനെ ശൈത്താൻ ഇങ്ങനെ പറയുമെന്നാണ്. അതാണല്ല ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് മുസ്ലിം ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖാല ഇദാ വലജർ റജുലു ബൈതഹു ഫൽയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാഹാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. അനെ അതൊന്ന് ഇട്ടുകൊടുത്തേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാ അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി, പടച്ചവനെ റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ ഞാൻ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറപ്പെടുന്ന സമയത്തിലുമുള്ള എല്ലാ നന്മകളും നിന്നോട് ഇരക്കുന്നു അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി. സോനെ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഖൈറില്ലേ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഖൈർ എന്താണ്? ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറാൻ, ആ വീട്ടിലേക്ക് കയറുമ്പോ അവനിക്ക് വരുന്ന ഏറ്റവും വലിയ ഖൈർ എന്താണ്? ഒരു കോടി റുപ്യ കിട്ടലാണോ? അല്ല, എവിടെ വീട്ടിലെവിടെ ഒരു കോടി റുപ്യ? എന്താ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഏറ്റവും വലിയ ഖൈർ?
മനസ്സമാധാനമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി, പടച്ചവനെ വീട്ടിലേക്ക് ഞാൻ എന്റെ ഈ കൊച്ചു കൂര, മറച്ചട്ടിയ വീട്, വാടകക്ക് താമസിക്കുന്ന ഈ വീട്, കോട്ടൈസിലാണ് ഞാൻ കഴിയുന്നത്, ഈ കോട്ടൈസിലേക്ക് ഞാൻ കയറുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി, ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴുള്ള വീട്ടിലേക്കൊരു മനുഷ്യൻ കയറിയാലുള്ള ഖൈറുകൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്. വഖൈറൽ മഖ്റജി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുമല്ലോ, ആ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ എന്നോട് തേടുകയാണ് അല്ലാഹ്. എന്നിട്ട് ബിസ്മില്ലാഹി വലജിനാ, ബിസ്മില്ലാഹി വലജിനാ, ബിസ്മില്ലാഹി വലജിനാ, എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തിൽ നിൽക്കുന്ന സകലമാന പിശാചുക്കളെ മാറ്റി ഓടിക്കുന്ന രീതിയിൽ ബിസ്മില്ലാഹി വലജിനാ. പടച്ചവനെ, ഞങ്ങളുടെ നാഥാ, നിന്റെ നാമം കൊണ്ട് ഞാൻ ഇതാ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അല്ലാഹ്. നിന്റെ നാമം കൊണ്ടിതാ ഈ വീട്ടിലേക്ക് കടന്നിരിക്കുന്നു. ശൈത്താന്മാരെ ആട്ടിവിടണം. ഖറജ്ന ബിസ്മില്ല വ ബിസ്മില്ലാഹി ഖറജ്ന, അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ മേൽ ഞാനിതാ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്നു അല്ലാഹ്. ഇന്നത്തെ ദിവസം എന്റെ വീട്ടിലെ, എന്റെ കുടുംബത്തിലെ ഒരു പ്രയാസത്തിന് നീ നൽകല്ലേ അല്ലാഹ്. ഇതങ്ങ് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ, അന്നത്തെ ദിവസം അവന്റെ ജീവിതത്തിൽ പിശാച് ആ വീട്ടിലേക്ക് കയറൂല എന്നാ. ഇത് വിശുദ്ധമായ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ നബി മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മനസ്സിലായില്ലേ? ഇത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്.